ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ സന്തോഷ വാർത്തയുണ്ട്. എന്താണ് നമ്മുടെ CSEB നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാവരും അപ്ലൈ ചെയ്യുക, മാക്സിമം ബാങ്കുകൾ അപ്ലൈ ചെയ്യുക. ഇപ്പോഴേ തുടങ്ങി നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ ജോലി നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻട്രിയും നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എൻട്രി നല്ല നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന സ്ക്രോളിൽ നമ്പർ പോകുന്നുണ്ട്, അവിടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പം മാക്സിമം അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ സോൾവ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോഴേ തുടങ്ങി നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലിമിറ്റഡ് ടൈമിലാകെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് ജിസ്ന. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് അല്ല, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ് ഓഫ് BR Act. അത് ഓംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ നമുക്ക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓംബുഡ്സ്മാനിൽ നിന്നും പലതവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആരാണ് മക്കളെ ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്? ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു ആൾക്ക്, ഒരു കസ്റ്റമറിന് ബാങ്കുമായിട്ടുള്ള ഡീലിങ്സിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് അത് റിസോൾവ് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു അതോറിറ്റീനെയാണ് നമ്മൾ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമറിന് മാത്രമല്ല ബാങ്കുകളും എന്ത് ചെയ്യാറുണ്ട്? ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പോകാറുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമറിനും മാത്രമല്ല ബാങ്കിനും ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പോവാം. ഓക്കെ, അപ്പോൾ ഓംബുഡ്സ്മാനെ പറ്റി നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാണ്ട്. മിസ്സിന് എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രം മിസ് ഇവിടെ പറയുകയാണ്. ആദ്യത്തെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. സെക്ഷൻ 35A BR ആക്ടിൻ്റെ സെക്ഷൻ 35A ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ അല്ല, ഇപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ അറിയപ്പെടുന്നത് RBIOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്നാണ്. അതായത് ഇത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ സ്കീം മാത്രമല്ല, വേറെ 2 സ്കീമുകളും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമും ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 2006 വന്ന 1995 ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്നത് എങ്കിലും അത് പിന്നീട് റിവൈസ് ചെയ്ത് ലാസ്റ്റ് റിവൈസ് ചെയ്തതാണ് 2006. വേറൊരു കാര്യം ഓർത്തു വയ്ക്കുക, ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേര് ഗോയ്പോറിയ കമ്മിറ്റിയാണ്. ഓർത്തു വയ്ക്കുക, ഗോയ്പോറിയ കമ്മിറ്റിയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ റെക്കമെൻഡ് ചെയ്തത്. ദെൻ 2006 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് റിവിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2006 ബാങ്കിങ് ഓംബുഡ്സ്മാനും ദെൻ ഓംബുഡ്സ്മാൻസ് ഫോർ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൻ്റെ ഓംബുഡ്സ്മാനും. അപ്പോൾ ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, ദെൻ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിൻ്റെ ഓംബുഡ്സ്മാനുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻസ് ഓംബുഡ്സ്മാൻ സ്കീം ഓഫ് NBFC. ഇങ്ങനെ 4 ഓംബുഡ്സ്മാൻ സ്കീമിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ RBIOS വന്നത്. അതൊക്കെയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓംബുഡ്സ്മാൻ, ദെൻ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിൻ്റെ ഓംബുഡ്സ്മാൻ. ഇത് 3 കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് RBIOS വന്നത്. RBIOSനൊരു മോട്ടോ ഉണ്ട്. അത് 1 നേഷൻ 1 ഓംബുഡ്സ്മാൻ, ഒരു നേഷന് ഒരു ഓംബുഡ്സ്മാൻ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3ഉമായിട്ടും ബന്ധപ്പെട്ടിട്ട് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ RBIOSനെ അപ്രോച്ച് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ബാങ്കുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫിലിം ആക്ടർ അമിതാഭ് ബച്ചനാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പിക്ചറിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അമിതാഭ് ബച്ചൻ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ RBIOSനെ സമീപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇനി ബാങ്കിൽ പോകുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ RBIOS എന്ന് പറയുന്നതാണ്, ഇപ്പോൾ RBIOS ആണ്. പിന്നെ ഓംബുഡ്സ്മാൻ്റെ കാലാവധി ഓർത്ത് വയ്ക്കുക, 70 വയസ്സ്, 3 years to 70 വയസ്സ്, 3 years to 70 years ആണ്. ഓക്കെ, ദെൻ 35A ആണ് ഇതിൽ പറയുന്നത്. പക്ഷേ RBIOS എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ കവർ ചെയ്യുന്നുണ്ട്. BR ആക്റ്റിൽ മാത്രമല്ല, നമ്മുടെ RBI ആക്റ്റിലും ഓംബുഡ്സ്മാനെ പറ്റി പറയുന്നുണ്ട്. RBI ആക്റ്റിലെ സെക്ഷൻ 45L ഓംബുഡ്സ്മാൻ സ്കീമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. RBI ആക്റ്റിലെ സെക്ഷൻ 45L ഓംബുഡ്സ്മാൻ സ്കീമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്റ്റിലെ സെറ്റിൽമെൻറ്റ് ആക്റ്റിലെ സെക്ഷൻ 18 ഓംബുഡ്സ്മാൻ സ്കീമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വെറും ഓംബുഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 35A ആണ്. പക്ഷേ RBIOS ചോദിച്ചു കഴിഞ്ഞാൽ 3 സെക്ഷനിലും ഓംബുഡ്സ്മാനെ പറ്റിയിട്ടാണ് പറയുന്നത്. എവിടേക്കാണ്? സെക്ഷൻ 35A ഓഫ് BR ആക്ട്, ദെൻ RBI ആക്ടിൻ്റെ സെക്ഷൻ 45L 45L പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ടിലെ സെക്ഷൻ 18 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഓംബുഡ്സ്മാൻ സ്കീമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം ഏജ് റിക്വയർഡ് ടു ഓപ്പൺ SB അക്കൗണ്ട് ഇൻ ദ ബാങ്ക്. അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം ഏജ് എത്രയാണ്, ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ടുള്ള മിനിമം ഏജ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 8, 10, 12, 14 ഇതിൻ്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 10 വയസ്സാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ചേരാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് 10 വയസ്സാണ്. അതുപോലെ തന്നെ അതിൽ വരാവുന്ന മാക്സിമം ഡെപ്പോസിറ്റ് എമൗണ്ട് 1 ലക്ഷം രൂപയാണ്. ഓർത്ത് വയ്ക്കുക. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ATMs ഇൻ ഇന്ത്യ? ATMനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നരസിംഹം കമ്മിറ്റി, RH ഖാൻ കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി, നൺ ഓഫ് ദീസ്. ഇതിൽ എല്ലാ കമ്മിറ്റിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം കൊണ്ട് കുത്തുന്നത് നരസിംഹം കമ്മിറ്റിയിലാണ്. ഇതെന്താ? മിക്കപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ബാങ്കിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നില്ലെങ്കിൽ നരിമാൻ അല്ലെങ്കിൽ നരസിംഹം. ഓക്കെ, അപ്പോൾ നരസിംഹം കമ്മിറ്റി അല്ല. ഓക്കെ, നരസിംഹം കമ്മിറ്റി പല പല കമ്മിറ്റികളും എന്നാലും പല സംഭവങ്ങളും നരസിംഹം കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ATM എന്ന് പറയുന്നത് നമ്മുടെ നരസിംഹം കമ്മിറ്റി അല്ല. നരസിംഹം കമ്മിറ്റീനെ മെയിനായിട്ട് 2 പ്രാവശ്യമാണ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്, ഫിനാൻഷ്യൽ റിഫോംസിനും ബാങ്കിങ് സെക്ടർ റിഫോംസിനും വേണ്ടിയിട്ട്. പക്ഷേ ATMൻ്റെ റെക്കമെൻഡ് ചെയ്തത് രംഗരാജൻ കമ്മിറ്റിയാണ് കേട്ടോ. രംഗരാജൻ കമ്മിറ്റിയാണ് ATMകളെ റെക്കമെൻഡ് ചെയ്തത്. ദെൻ RH ഖാൻ കമ്മിറ്റി യൂണിവേഴ്സൽ ബാങ്കിങ് റെക്കമെൻഡ് ചെയ്തത് RH ഖാൻ കമ്മിറ്റിയാണ്. യൂണിവേഴ്സൽ ബാങ്കിങ് റെക്കമെൻഡ് ചെയ്തത് RH ഖാൻ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ATMകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ATM എന്താണെന്ന് അറിയാലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM വന്നത് എന്നാണ്? വേൾഡിൽ ആദ്യമായിട്ട് ATM വന്നത് 1967. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM വന്നത് 1987. എവിടെയാണ്? മുംബൈയിലാണ് ആദ്യമായിട്ട് ATM വന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ATM വന്നത് എന്നാണ്? 1993 തിരുവനന്തപുരത്തെ വെള്ളയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് ATM വന്നത്. അതുപോലെ തന്നെ ATM പലതരത്തിലുള്ള ATM ഉണ്ട്, നമുക്കറിയാമല്ലോ. വൈറ്റ് ലേബൽ ATM, ഓറഞ്ച് ലേബൽ ATM, ഗ്രീൻ ലേബൽ ATM, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം നോക്കാം, ഇന്ത്യയിലെ വലിയ ലാർജസ്റ്റ് ATM, പിന്നെന്താ ഹയസ്റ്റ് ATM, അതൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ. ഇഫ് ലോക്കർ റെൻ്റ് ഈസ് നോട്ട് പെയ്ഡ് ബാങ്ക് ക്യാൻ. ലോക്കർ റെൻ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് ഓപ്പറേഷൻ ഓഫ് ദ ലോക്കർ. സ്റ്റോപ്പ് ഓപ്പറേഷൻ ഓഫ് ദ ലോക്കർ. രണ്ടാമത്തെ, സീൽ ദ ലോക്കർ. മൂന്നാമത്തെ, ബ്രേക്ക് ഓപ്പൺ ദ ലോക്കർ ആഫ്റ്റർ ഗിവിങ് എ നോട്ടീസ്. ഓൾ ദി എബവ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓൾ ദി എബവ് ആണ് ഇതിൻ്റെ ആൻസർ. ഓൾ ദി എബവ് ആണ് ഇതിൻ്റെ ആൻസർ. അവിടെ എന്താ സംഭവം? ബാങ്കിൻ്റെ ലോക്കർ റെൻ്റ്, നമ്മൾ ബാങ്കിൽ നിന്നും ലോക്കർ എടുത്തിട്ട് അതിൻ്റെ റെൻ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ
ഇത് ഏത് റിലേഷൻഷിപ്പാണ്? ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാം. ലോക്കർ റെൻ്റ് എന്ന് പറയുമ്പോൾ അത് എന്ത് റിലേഷൻഷിപ്പാണ്? ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ്. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ലോക്കർ റെൻ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ബാങ്കുകൾ ഫ്രീ ആയിട്ടല്ല അല്ലേ ലോക്കർ തരുന്നത്. നമ്മൾ തീർച്ചയായും ബാങ്കിൻ്റെ കുറച്ച് സ്ഥലം നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണ് നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ലോക്കർ റെൻ്റ് നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ലോക്കർ റെൻ്റ് നമ്മൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് എന്ത് ചെയ്യും? ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം ബാങ്കിനുണ്ട് അല്ലേ. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വരെ ലോക്കർ റെൻ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് കസ്റ്റമർക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യണു? അത് ക്ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ലോക്കറിൻ്റെ ചാവി കീ നമ്മുടെ കീയും ബാങ്കിൻ്റെ കീയും കൂടെ ഒരുമിച്ചിട്ടാൽ മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ സപ്പോസ് നമ്മളവിടെ ഇൻഫോം ചെയ്തില്ല, നമ്മളോട് നോട്ടീസ് അയച്ചിട്ടും നമ്മൾ അവിടേക്ക് തിരിച്ചൊരു റെസ്പോൺസും ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? ലോക്കർ പൊളിക്കും. ലോക്കർ പൊളിക്കുന്നതിൻ്റെ ബ്രേക്കിംഗ് ചെയ്യണതിൻ്റെ എല്ലാ എക്സ്പെൻസും കസ്റ്റമേഴ്സിൽ നിന്നും ബാങ്ക് ഈടാക്കാറുണ്ട്. അത് ഓർത്ത് വയ്ക്കാം. വേറൊരു കാര്യം കൂടി, ഈ ലോക്കറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് നമുക്കറിയാം ഇൻഷുറൻസ് കിട്ടില്ല അല്ലേ. എന്താണ് ഇൻഷുറൻസ് കിട്ടാത്ത? അതിൽ എന്ത് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്, എത്ര രൂപയുടെ സാധനങ്ങളാണ് വെച്ചിരിക്കണതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കൊടുക്കാറില്ല. പണ്ട് കാലത്തൊക്കെ ഈ ലോക്കറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ബാങ്ക് ഏറ്റെടുക്കാറില്ല. ഒരു ക്ലെയിമും കസ്റ്റമറിന് കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ തീർച്ചയായും ചെറിയ രീതിയിൽ നിന്നല്ല, നമ്മൾ പറഞ്ഞു ലോക്കർ റെൻ്റ് നമ്മൾ അടച്ചിട്ടുണ്ട്, കസ്റ്റമർ ലോക്കർ റെൻ്റ് അടച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്നാണോ ഈ ഇതിന് സംഭവിക്കുന്നത്, സപ്പോസ് ഇപ്പോൾ ഒരു കള്ളൻ വന്നു കട്ടുകൊണ്ട് പോയി, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാണോ ഇത് സംഭവിച്ചിട്ട് അന്ന് വരെ എത്രയാണോ ലോക്കർ റെൻ്റ് അടച്ചിട്ടുള്ളത് അതിൻ്റെ 100 times കോമ്പൻസേഷൻ ആര് കൊടുക്കാറുണ്ട്? കസ്റ്റമർക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇത് എന്തിന് അവൈലബിൾ അല്ല? നാച്ചുറൽ കലാമിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഈ കോമ്പൻസേഷൻ ബാങ്കുകൾ കൊടുക്കാറില്ല. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം കേട്ടോ. അടുത്തതാണ് which banking system is also called safe banking. സേഫ് ബാങ്കിങ് എന്നറിയപ്പെടുന്ന സിസ്റ്റം ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഗ്രീൻ ബാങ്കിങ്, സെക്കൻഡ് വൺ റീറ്റെയിൽ ബാങ്കിങ്, തേർഡ് വൺ നാരോ ബാങ്കിങ്, ദ നെക്സ്റ്റ് വൺ ഈസ് കറസ്പോണ്ടൻ്റ് ബാങ്കിങ്. അപ്പോൾ സേഫ് ബാങ്കിങ് എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിനെയായിരിക്കും? നാരോ ബാങ്കിങ് ആണ് ഇതിൻ്റെ ആൻസർ. നാരോ ബാങ്കിങ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എന്തുകൊണ്ടാണ് നാരോ ബാങ്കിങ്ങിനെ സേഫ് ബാങ്കിങ് എന്ന് പറയാനായിട്ട് കാരണം? നമ്മുടെ നാരോ ബാങ്കിങ്ങിനെ സേഫ് ബാങ്കിങ് എന്ന് പറയാനായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നാരോ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? നാരോ ബാങ്കിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാരോ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അല്ല ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ അല്ലാന്നുണ്ടെങ്കിൽ ബോണ്ടുകളിലോ ആയിരിക്കും. ദാറ്റ് ഈസ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ബാങ്കിൽ വരുന്ന എക്സ്ട്രാ ഡെപ്പോസിറ്റുകളെല്ലാം ബാങ്ക് എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ ബോണ്ടുകളിലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ റിസ്ക് ഉണ്ടാവുള്ളൂ. ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ബോണ്ടുകളിലും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത ഒരിക്കലും റിസ്ക് ഉണ്ടാവില്ല. എത്ര രൂപയാണ് ഇട്ടിക്കണത് അത് കിട്ടുകയും ചെയ്യും, അതിനേക്കാൾ കുറച്ചധികം പൈസ കിട്ടും. അതോടൊപ്പം തന്നെ ഒരിക്കലും റിസ്ക് ഏറ്റെടുക്കേണ്ടി വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സേഫാണ്. നമ്മൾ ഇട്ട പൈസ ഒരിക്കലും പോകും എന്നുള്ളൊരു പേടി വേണ്ട. അതുകൊണ്ടാണ് നാരോ ബാങ്കിങ്ങിനെ നമ്മൾ എന്ത് പറയുന്നത്? സേഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തെയാണ് ഗ്രീൻ ബാങ്കിങ്. ഗ്രീൻ ബാങ്കിങ് എന്താ പറയണേ? ഗ്രീൻ ബാങ്കിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് ഇക്കോ ഫ്രണ്ട്ലി ബാങ്കിങ്. ഇക്കോ ഫ്രണ്ട്ലി ബാങ്കിങ് അല്ലെങ്കിൽ എത്തിക്കൽ ബാങ്കിങ് എന്നും എന്തിനെ പറയാറുണ്ട്? ഗ്രീൻ ബാങ്കിങ്ങിനെ പറയാറുണ്ട്. എന്താണ്? ഇക്കോ ഫ്രണ്ട്ലി ബാങ്കിങ് എന്നും പറയാറുണ്ട്, എത്തിക്കൽ ബാങ്കിങ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഗ്രീൻ ബാങ്കിങ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ബാങ്കിങ് കണ്ടക്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അതിനെ നമ്മൾ പറയുന്നതാണ് ഗ്രീൻ ബാങ്കിങ്. ദെൻ രണ്ടാമത്തെ എന്താണ്? റീറ്റെയിൽ ബാങ്കിങ് ആണ്. റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനും വേറെ രണ്ട് പേരുകളുണ്ട്. എന്തൊക്കെയാണ്? കൺസ്യൂമർ ബാങ്കിങ്,
ഒരു പേരും കൂടി ഉണ്ടല്ലോ, പേഴ്സണൽ ബാങ്കിങ്. ഓക്കെ, അപ്പോൾ റീറ്റെയിൽ ബാങ്കിന് പറയുന്ന രണ്ട് പേരുകളാണ് കൺസ്യൂമർ ബാങ്കിങ് എന്നും പേഴ്സണൽ ബാങ്കിങ് എന്നും. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കൺസ്യൂമേഴ്സിന് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് നിവർത്തിച്ച് കൊടുക്കാനുള്ള ഒരു സിസ്റ്റത്തിനെയാണ് റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുക. അതാണ് കൺസ്യൂമർ ബാങ്കിങ് അല്ലെങ്കിൽ പേഴ്സണൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ അവർ ലാസ്റ്റ് വൺ ഈസ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്താണ്? കറസ്പോണ്ട് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ അറിയാം, ഒരു ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ മറ്റൊരു ബാങ്കിനോ മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിനെ നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? നമുക്ക് സേഫ് ബാങ്കിങ്ങിനെ പറയുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ നാരോ ബാങ്കിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് സേഫ് ബാങ്കിങ്. അടുത്തത്, ഹൂ ഈസ് ദ ഫാദർ ഓഫ് RRB? റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? M. നരസിംഹം, നരിമാൻ, MS. സ്വാമിനാഥൻ, നൺ ഓഫ് ദീസ്. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ഫാദർ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം, എല്ലാവരും മിക്കവരും എഴുതി വയ്ക്കുക എന്തായിരിക്കും? നരസിംഹം കമ്മിറ്റിയാണ്. എന്താ വെച്ചാൽ നരസിംഹം കമ്മിറ്റിയാണല്ലോ റീജിയണൽ റൂറൽ ബാങ്കുകളെ റെക്കമെൻഡ് ചെയ്തത് ആരാ? നരസിംഹം കമ്മിറ്റിയാണ് അല്ലേ? ഫാദർ ഓഫ് ഇന്ത്യൻ മോഡേൺ ബാങ്കിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ നരസിംഹത്തിനെ പറയാറുണ്ട്. ദെൻ നരസിംഹം കമ്മിറ്റി അല്ല, പക്ഷേ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് MS. സ്വാമിനാഥനാണ്. MS. സ്വാമിനാഥൻ ആരാണ്? ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദറും കൂടിയാണ്. റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ഫാദറും എന്നറിയപ്പെടുന്നത് MS. സ്വാമിനാഥനാണ്. MS. സ്വാമിനാഥനെ ഇദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം, ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഐഡിയ, ഇങ്ങനെ റീജിയണൽ റൂറൽ ബാങ്കുകൾ തുടങ്ങാം എന്നുള്ളൊരു ഐഡിയ മുന്നോട്ട് വെച്ചത് ആരാണ്? MS. സ്വാമിനാഥനാണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് MS. സ്വാമിനാഥനാണ് കേട്ടോ. ക്ലെയ്റ്റൺസ് റൂൾ ഈസ് അപ്ലൈഡ് ഇൻ. ക്ലെയ്റ്റൺസ് റൂൾ ഈസ് അപ്ലൈഡ് ഇൻ. എവിടെയാണ് ക്ലെയ്റ്റൺസ് റൂൾ അപ്ലൈ ചെയ്യാറുള്ളത്? ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, റൈറ്റ് ഓഫ് ലീൻ, നൺ ഓഫ് ദീസ്. ഇവിടെ എവിടെയാണ് ബാങ്കുകൾ ഏത് റൈറ്റിലാണ് ക്ലെയ്റ്റൺസ് റൂൾ അപ്ലൈ ചെയ്യാറുള്ളത്? ഏതാണ്? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനിലാണ് ക്ലെയ്റ്റൺസ് റൂൾ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ അപ്രോപ്രിയേഷൻ എന്താണ്? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു ബാങ്കിൽ നിന്നും ഒന്നിലധികം ലോണുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലോണിലേക്ക് പൈസ അടയ്ക്കുമ്പോൾ, അതായത് ഏത് ലോണിലേക്ക് എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് അത് ആരുടെ ഇഷ്ടമാണ്? കസ്റ്റമറുടെ ഇഷ്ടമാണ്. കസ്റ്റമറിനാണ് ബാങ്കിനോട് പറയാനുള്ള അവകാശം. ഇത്ര രൂപ ഇന്ന ലോണിലേക്ക് അടയ്ക്കുക എന്ന് കസ്റ്റമറാണ് പറയേണ്ടത്. സപ്പോസ് കസ്റ്റമർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം ബാങ്കാണ് ആ റൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അവകാശം ഏറ്റെടുക്കുക. കസ്റ്റമർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബാങ്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ബാങ്കിൻ്റെ ഇഷ്ടത്തിനല്ല അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയായിരിക്കും? ഈ ക്ലെയ്റ്റൺസ് റൂള് വെച്ചിട്ടാണ് ഇത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു കസ്റ്റമർ 1, 2, 3 3 ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ലോണ് 5 ലക്ഷത്തിൻ്റെ, രണ്ടാമത്തെ ലോൺ 3 ലക്ഷത്തിൻ്റെ, മൂന്നാമത്തെ ലോൺ 8 ലക്ഷത്തിൻ്റെ. ഓക്കെ, കസ്റ്റമറിന് തീരുമാനിക്കാം. ഞാനൊരു കസ്റ്റമറാണെന്ന് വിചാരിക്കൂ, എനിക്കൊരു 50,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കൊണ്ട് ചെന്ന് ബാങ്കിൽ കൊടുത്ത് ബാങ്കിനോട് പറയാണ് ഇന്ന ലോണിലേക്ക് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിൽ ചെയ്തേ പറ്റൂ. അതേസമയം ഞാനൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യണു? ആദ്യം എടുത്ത ലോണ് ഏതാണോ അത് ആദ്യം ക്ലിയർ ചെയ്യും. ദെൻ രണ്ടാമത്തെ, ദെൻ മൂന്നാമത്തെ. അപ്പോൾ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ് എന്തിൽ? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ ക്ലെയ്റ്റൺസ് റൂൾ അപ്ലൈ ചെയ്യുന്നത് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് നമ്മളിതിനെ പറയാറുണ്ട്. അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനിലാണ് ക്ലെയ്റ്റൺസ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? റൈറ്റ് ഓഫ് ഇതെല്ലാം എന്താ സംഭവം? ബാങ്കിൻ്റെ റൈറ്റുകളാണ്. ഇതെല്ലാം റൈറ്റ്സ് ആണ് ബാങ്കിൻ്റെ. ഇതിൽ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ
ഡെബിറ്റ് ബാലൻസിലുള്ള ബാങ്ക് അക്കൗണ്ടിനെ അയാളുടെ അതേ ബാങ്കിൽ തന്നെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരാൾ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അതേ ബാങ്കിൽ തന്നെ അയാളുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രോപ്പർ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഈ ക്രെഡിറ്റ് ബാലൻസ് അയാളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള എമൗണ്ട് എടുത്തിട്ട് ഈ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള അധികാരത്തിനെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിൻ്റെ ലീനാണ്. എന്താണ്? കസ്റ്റമർ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ തിരിച്ചടവ് കഴിയുന്നത് വരെ ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ലോൺ എടുത്തിട്ടുള്ളത് ആ പ്രോപ്പർട്ടി റിറ്റെയിൻ ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ പിടിച്ചു വെക്കാനുള്ള അധികാരം ബാങ്കിനുണ്ട് എന്ന് പറയുന്നതാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓർത്ത് വയ്ക്കുക, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ഇ-കുബേർ ഇസ് ദ കോർ ബാങ്കിങ് സൊല്യൂഷൻ ഓഫ് ഇ-കുബേർ എന്ന് പറയുന്നത് ഏത് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഒരു കസ്റ്റമർക്ക് അയാൾ അക്കൗണ്ട് എടുത്ത ബ്രാഞ്ചിൽ തന്നെ പോവാതെ ഒരു ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയിട്ടും അയാളുടെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റാവുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേത് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സൊല്യൂഷൻ ആണെന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ. RBI, SBI, ICICI, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇതിൻ്റെ ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോർ ബാങ്കിങ് സൊല്യൂഷൻ്റെ പേരാണ് ഇ-കുബേർ എന്ന് പറയുന്നത്. നിയോ ബാങ്കിങ് ഈസ് ദി അതർ നെയിം ഓഫ് നിയോ ബാങ്കിങ് എന്ന് പറയുന്നത് ഏതിൻ്റെ മറ്റൊരു പേരാണ്? First one, e-banking. Second one, virtual banking. Third one, both of these. The next one, none of these. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇ ബാങ്കിങ് ആണോ, വെർച്വൽ ബാങ്കിങ് ആണോ, ബോത്ത് ഓഫ് ദിസ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? അപ്പോൾ നിയോ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പേരാണ്. ബോത്ത് ഓഫ് ദിസ് ആണ് ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് നിയോ ബാങ്കിങ് എന്നറിയപ്പെടുന്നത് ഈ ബാങ്കിങ്ങും വെർച്വൽ ബാങ്കിങ്ങിനെയും നമ്മൾ നിയോ ബാങ്കിങ് എന്ന് പറയാറുണ്ട്. ഓർത്ത് വെക്കുക, നിയോ ബാങ്കിങ് ഈസ് ഓൾസോ കോൾഡ് അല്ലെങ്കിൽ ഈ ബാങ്കിങ് ഈസ് ഓൾസോ കോൾഡ് നിയോ ബാങ്കിങ് ഓർ വെർച്വൽ ബാങ്കിങ്. ദെൻ സെർസായി ഈസ് സെറ്റപ്പ് അണ്ടർ സെക്ഷൻ. സെർസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സർഫേസി ആക്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സർഫേസി ആക്ടിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? ഈ സെർസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ രജിസ്ട്രിയാണ് സെർസായി. അപ്പോൾ സെർസായി വന്നത് ഒരേ അസറ്റ് വെച്ചിട്ട് പണ്ട് കാലത്ത് കുറേ നാളുകൾ മുമ്പ് വരെ ഒരു പ്രോപ്പർട്ടി തന്നെ വെച്ചിട്ട് പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു ബാങ്കിനെ പറ്റിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെർസായി വന്നത്. അപ്പോൾ ഈ ഒരു സെൻട്രൽ രജിസ്ട്രി വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ മൊത്തം ഡീറ്റെയിൽസ് ഈ സെർസായിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് എന്ത് ചെയ്യാം? ഫ്രോഡ് ഒഴിവാക്കാം. ഒരേ പ്രോപ്പർട്ടി തന്നെ വെച്ചിട്ട് ഒന്നിലധികം ലോൺ എടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സെർസായി. അപ്പോൾ നമ്മുടെ സെർസായിയുടെ ഏത് സെക്ഷനാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സെക്ഷൻ 20 സെർസായിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഏത് സെക്ഷനിലാണ്? സർഫേസി ആക്ടിൻ്റെ സെക്ഷൻ 20. സർഫേസി ആക്ടിൻ്റെ സെക്ഷൻ 20 സെർസായിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. What is the minimum net earned fund required for non-banking finance companies to issue credit cards? അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിന് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്ന നെറ്റ് ഓൺഡ് ഫണ്ട് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 50 crore, 100 crore, 200 crore, 500 crore. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിന് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന നെറ്റ് ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത് 100 കോടി രൂപയാണ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 crore ആണ്. ആദ്യം 2 കോടിയായിരുന്നു, ഇപ്പോൾ അത് 10 crore ആക്കിയിട്ടുണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വേണം? നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിൻ്റെ നെറ്റ് ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത് 100 crore ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് ഓൺ ഫണ്ട് 100 crore.
Then next question. If an account is kept inoperative for more than dash years, the balance in that account must be transferred to ഡെഫ് അക്കൗണ്ട്. അതായത് ഒരു അക്കൗണ്ട് ഇത്രയും നാളായിട്ട് ഇനോപ്പറേറ്റീവായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനുള്ള ബാലൻസ് ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2 years, 5 years, 10 years, നൺ ഓഫ് ദീസ്. 2 വർഷമായിട്ട് ഇനോപ്പറേറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താ പറയാറുള്ളത്? ഡോർമെൻ്റ് അക്കൗണ്ടുകൾ എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 10 വർഷമാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 10 വർഷമാണ്. ഒരു അക്കൗണ്ട് 10 വർഷമായിട്ടും അതിൽ ട്രാൻസാക്ഷൻസ് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ എത്രയാണോ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് അത് മൊത്തമായിട്ട് എങ്ങോട്ട് മാറ്റണം? ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് ബാങ്കുകളോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡെഫ്? ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടാണ് ഡെഫ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പം ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് 10 വർഷമായിട്ടും ഇനോപ്പറേറ്റീവ് ആയിക്കഴിഞ്ഞാലാണ് ഡെഫ് അക്കൗണ്ടുകളിലേക്ക് മാറ്റാറുള്ളത്. Then the term pari passu is related with. ഈ പാരി പാസു എന്നുള്ള വേർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലീഡ് ബാങ്ക് സ്കീം, സർവീസ് ഏരിയ അപ്രോച്ച്, കൺസോർഷ്യം ലെൻഡിങ് സ്കീം, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പാരി പാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോർഷ്യം ലെൻഡിങ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാരി പാസു. അപ്പോൾ എന്താണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറയണത്? അറിയാലോ, ഒരു കസ്റ്റമർ ബാങ്കിൽ നിന്നും ഹ്യൂജ് എമൗണ്ടിൻ്റെ ലോണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു 10 കോടി ഒന്നുമല്ല, ഒരു 50 crore വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് മൊത്തമായിട്ട് ആ ലയബിലിറ്റി ഏറ്റെടുക്കുന്നതിന് പകരം 3 അല്ലെങ്കിൽ 2 അതിലധികമോ ബാങ്കുകൾ കൂടി ചേർന്നിട്ട് ഒരു ഡെപ്റ്ററുടെ എന്താ പറയുക റിക്വയർമെൻറ്റ്സ് നിവർത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു കസ്റ്റമർ ഹ്യൂജ് എമൗണ്ടിൻ്റെ ലോൺ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൻ്റെ ബാധ്യത മൊത്തമായിട്ട് ഒരു ബാങ്ക് ഏറ്റെടുക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞൊരു കസ്റ്റമർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ചെന്നു. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൊത്തമായിട്ട് ഇത് ഏറ്റെടുക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? മറ്റ് ഫെഡറൽ ബാങ്ക് അങ്ങനെയുള്ള 3-4 ബാങ്കുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു 50 crore കസ്റ്റമറിൻ്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ പാരി പാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് തന്നെയാലും സെക്യൂരിറ്റി കൊടുക്കണ്ടാവും അല്ലേ? ഈ സെക്യൂരിറ്റിമേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇയാൾ റിക്വയർമെൻറ്റ് വെച്ചതെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താണ് ഈ പാരി പാസു പറയണത്? ഈ സെക്യൂരിറ്റിമേ അവകാശം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമല്ല, എത്ര ബാങ്കുകൾ കൂടി ചേർന്നിട്ടാണോ അയാൾക്ക് ലോണ് കൊടുക്കുന്നത് ഇവർക്കെല്ലാം ഈക്വൽ റൈറ്റ്സ് ആണ് ഈ സെക്യൂരിറ്റിമേ. അതാണ് ഈ പാരി പാസു എന്ന് പറയണത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക കേട്ടോ. പാരി പാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കൊടുക്കുന്ന സെക്യൂരിറ്റിമേലുള്ള തുല്യ അവകാശം, എല്ലാം ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു മീനിങ്ങിലാണ് പാരി പാസു വരുന്നത്. അപ്പോൾ പാരി പാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോർഷ്യൽ ലെൻഡിങ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡാണ് പാരി പാസു. TV സോമനാഥൻ കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു. നമ്മുടെ TV സോമനാഥൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ക്രെഡിറ്റ് റേറ്റിംഗ്, ദ നെക്സ്റ്റ് വൺ അസറ്റ് ക്ലാസിഫിക്കേഷൻ, ദ നെക്സ്റ്റ് വൺ KYC, ദ ലാസ്റ്റ് വൺ ഈസ് നൺ ഓഫ് ദീസ്. അപ്പോൾ സോമനാഥൻ കമ്മിറ്റി KYCയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നോ യുവർ കസ്റ്റമർ. KYC വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമിന് വളരെ തവണ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ യുവർ കസ്റ്റമർ. ഒരു കസ്റ്റമർ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും? KYC ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ KYC ഫോം എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ KYC ഫോം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ഈ KYC ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ KYC അപ്ഡേറ്റ് ചെയ്യണത് കസ്റ്റമേഴ്സിന് നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ലോ റിസ്ക്, മീഡിയം റിസ്ക്, ഹൈ റിസ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ വ്യത്യാസമുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. ദെൻ അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ളത് TV സോമനാഥൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? KYCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി മുദ്രാ യോജന വാസ് ലോഞ്ച്ഡ് ഇൻ
വിച്ച് ഇയർ? പ്രധാനമന്ത്രി മുദ്രാ യോജന വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ? പ്രധാനമന്ത്രി മുദ്രാ യോജന ലോഞ്ച് ചെയ്തത് 2012, 2013, 2014, 2015. ഇതിൻ്റെ ആൻസർ 2015 ആണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന ലോഞ്ച് ചെയ്തത് 2015-ലാണ്. 2015-ലാണ്. അപ്പോൾ പ്രധാനമന്ത്രി മുദ്രാ യോജന എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ പുതിയ സംരംഭങ്ങൾ, എൻട്രപ്രണേഴ്സിന് ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന സ്കീം വന്നത്. ഈ പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ 3 തരത്തിലുള്ള ലോണുകളാണ് കൊടുക്കാറുള്ളത്. ഇതിന് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലെ മാക്സിമം ലോൺ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷമാണ് മാക്സിമം ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ 3 തരത്തിലുള്ള ലോണുകളാണ് കൊടുക്കാറുള്ളത്. അതിന് നമുക്ക് പേരുകളുണ്ട്: ശിശു, കിഷോർ, തരുൺ. അങ്ങനെ 4 തരത്തിലുള്ള ലോണുകളാണുള്ളത്. ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ലോണുകൾ, 1 രൂപ തുടങ്ങി 50,000 രൂപ വരെയുള്ള ലോണുകളാണ് ശിശുവിൽ വരുന്നത്. അതായത് 50,000 രൂപ വരെ, അപ് ടു 50,000 ആണ് എന്തിൽ വരുന്നത്? ശിശുവിൽ വരുന്നത്. 50,000 രൂപ വരെ, 50,000 രൂപ വരെയാണ് ശിശുവിൽ വരുന്നത്. കിഷോറിലാണെന്നുണ്ടെങ്കിൽ 50,000 തുടങ്ങി 5 ലക്ഷം വരെയാണ് കിഷോറിൽ വരുന്നത്. 50,000 തുടങ്ങി 5 ലക്ഷം രൂപ വരെ. തരുണിലാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം തുടങ്ങി 10 ലക്ഷം രൂപ വരെയാണ് തരുണിൽ വരുന്നത്. ഇങ്ങനെയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ വരുന്നത്. 3 തരത്തിലുള്ള ലോണുകളാണ് കൊടുക്കുന്നത്: ശിശു, കിഷോർ, തരുൺ. ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ വരെ, കിഷോറിൽ 5 ലക്ഷം രൂപ വരെ, തരുണിലാണ് 10 ലക്ഷം രൂപ വരെ. ഓക്കെ, പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് മുമ്പായിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. മാക്സിമം വിഡ്രോവൽ ലിമിറ്റ് ഇൻ BSBDA ഇൻ എ മന്ത്. ഒരു മാസത്തിൽ മാക്സിമം വിഡ്രോവൽ, BSBDA എന്താണ്? ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളാണ് BSBDA അക്കൗണ്ടുകൾ. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇത് നോ ഫ്രിൽസ് അക്കൗണ്ടുകളാണ്, 0 ബാലൻസ് അക്കൗണ്ടുകളാണ് BSBDA അക്കൗണ്ടുകൾ. 2012-ലാണ് BSBDA അക്കൗണ്ടുകൾ വന്നത്. പിന്നെ എന്താ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒരു മാസത്തിലെ മാക്സിമം 10,000 രൂപയാണ് അതിൻ്റെ വിഡ്രോവൽ ലിമിറ്റ്. 10,000 രൂപയാണ് മാക്സിമം അതിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 4 വിഡ്രോവലാണ് ഒരു മാസത്തിൽ പറ്റുള്ളൂ. 4 വിഡ്രോവൽസ് ആണ് ഒരു മാസത്തിൽ പറ്റത്തുള്ളൂ. ദെൻ ഇതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് മാക്സിമം അതിൽ നിന്നും ലോൺ എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 50,000 റുപ്പീസാണ്. 50,000 രൂപയാണ് അതിൻ്റെ മാക്സിമം ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ കം അണ്ടർ ദി സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്? ഇതിലേതാണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ വരുന്നത്? അപ്പോൾ എന്താണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമ്മൾ കസ്റ്റമർ എന്ന് പറയാറുണ്ട് അല്ലേ? ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവരും ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, സാധാരണ കസ്റ്റമേഴ്സിനേക്കാൾ ഉപരി കുറച്ചും കൂടെ ശ്രദ്ധിച്ച് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട കസ്റ്റമേഴ്സിനെയാണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്, ബ്ലൈൻഡ് പേഴ്സൺസ്, മാരീഡ് വുമൺ, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇതിൽ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഇല്ലിറ്ററേറ്റ് ആണെങ്കിലും സ്പെഷ്യൽ ടൈപ്പിലാണ് വരുന്നത്, ബ്ലൈൻഡ് ആണെന്നുണ്ടെങ്കിലും സ്പെഷ്യലാണ്, മാരീഡ് വുമൺ ആണെന്നുണ്ടെങ്കിലും സ്പെഷ്യലാണ്. അപ്പോൾ ഇവർ 3ഉം എന്തിൽ വരുന്നതാണ്? സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ വരുന്നതാണ്. ഇവർക്കെല്ലാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, പക്ഷെ എന്താണ് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ഇവരുടെ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം ബാങ്ക് ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. അടുത്തത് MSF റേറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ. MSF റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയാണ് MSF, മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി. അപ്പോൾ എന്താണ് ഈ MSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ബാങ്കുകൾക്ക് എമർജൻസി ആയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, സാധാരണ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് എന്തെങ്കിലും എമർജൻസിയിൽ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യാം? വാങ്ങിക്കാം അല്ലേ, പെട്ടെന്ന് ബോറോ ചെയ്യാം. പക്ഷേ ഗവൺമെൻറ്
പെട്ടെന്ന് സാധാരണ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്കുകൾക്ക് ലോൺ എടുക്കാമല്ലോ അല്ലേ, പക്ഷെ ഇത് അങ്ങനെയല്ല. MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ആയിക്കോട്ടെ, ഏത് ബാങ്കുകൾക്ക് ആയിക്കോട്ടെ, ഈ ബാങ്കുകൾക്ക് എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് പൈസ വേണമെന്നുണ്ടെങ്കിൽ ദ ക്യാൻ ബോറോ ഫ്രം RBI. ബട്ട് എന്ത് വേണം? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഈടായി കൊടുത്തുകൊണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഈടായി വെച്ചുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും എമർജൻസി സിറ്റുവേഷനിൽ ലോൺ എടുക്കുന്ന ഫെസിലിറ്റീനെ പറയുന്ന പേരാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഓക്കെ, അപ്പോൾ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതെപ്പോഴും എന്തിനേക്കാൾ കൂടുതലായിരിക്കും? റിപ്പോ റേറ്റിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഈസ് ഓൾവേസ് ഹയർ ദാൻ റിപ്പോ റേറ്റ്. ഓക്കെ, then monetary policy committee consists of dash members. അപ്പോൾ എന്താണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, നമുക്കറിയാം റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താറുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്ത കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 5, 6, 8, 10. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ മെയിനായിട്ട് 6 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. 6 മെമ്പേഴ്സാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഈ മെമ്പേഴ്സ് എല്ലാ വർഷത്തിൽ 4 തവണയെങ്കിലും മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. വർഷത്തിൽ 4 തവണയെങ്കിലും മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് മോണിറ്ററി കമ്മിറ്റിയുടെ ഡ്യൂട്ടി. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 മെമ്പേഴ്സാണ് സാധാരണ കേസിൽ ഉണ്ടായിരിക്കുക. പോസിറ്റീവ് പേ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. പോസിറ്റീവ് പേ സിസ്റ്റം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റമാണ് പോസിറ്റീവ് പേ സിസ്റ്റം. പോസിറ്റീവ് പേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2019, 2020, 2021, 2022. പോസിറ്റീവ് പേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2021. അപ്പോൾ എന്താണ് പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്കാണ് പോസിറ്റീവ് പേ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്കാണ് പോസിറ്റീവ് പേ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കമ്പൽസറി ആയിട്ട് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ചെക്കുകൾക്കും പോസിറ്റീവ് പേ സിസ്റ്റം വേണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്താണ് പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഡ്രോയർ അയാളൊരു ചെക്ക് ഡ്രോ ചെയ്തു. ഇപ്പം ഞാനൊരു ചെക്ക് എൻ്റെ ഫ്രണ്ടിന് ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 50,000 രൂപയുടെ ചെക്കാണ് ഞാൻ എഴുതി കൊടുത്തതെന്ന് വിചാരിക്കും. എപ്പോഴാണോ ഞാൻ ഈ ചെക്ക് എഴുതി കൊടുക്കുന്നത്, ആ ചെക്കിനെ ആർക്കാണോ എഴുതി കൊടുത്തത്, എത്ര രൂപയുടെ ചെക്കാണോ എഴുതി കൊടുത്തത്, അങ്ങനെയുള്ള മൊത്തം ഡീറ്റെയിൽസ് എൻ്റെ ബാങ്കിലേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ അവിടെ ബാങ്കിൽ പോയി ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. നമുക്ക് അതിനൊരു ഫോം ഉണ്ടായിരിക്കും. ആ ഫോം ഫില്ല് ചെയ്ത് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ആർക്കാണോ ചെക്ക് എഴുതി കൊടുത്തത് അയാളത് കൈമാറാനായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് അയാൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഞാൻ കൊടുത്ത ഇൻഫർമേഷനും കൗണ്ടർ ചെക്ക് ചെയ്ത് നോക്കും. ഇത് തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ ഈ ചെക്കിൻ്റെ പേയ്മെൻറ്റ് നടത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കുകൾക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് പേ സിസ്റ്റം കൊണ്ടുവന്നത് കേട്ടോ. പോസിറ്റീവ് പേ സിസ്റ്റം കൊണ്ടുവന്നത് 2021. മിനിമം ക്യാപിറ്റൽ റിക്വയർഡ് ടു ഫോം സ്മോൾ ഫിനാൻസ് ബാങ്ക്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് ഫോം ചെയ്യേണ്ടിയുള്ള മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 10 crore, 50 crore, 100 crore, 200 crore. അപ്പം മിനിമം ക്യാപിറ്റൽ റിക്വയർഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 200 കോടി രൂപയാണ്. 200 കോടി രൂപയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഫോം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ചെറുകിട ലോണുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ബാങ്കുകളെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏതാണ്? ഇസാഫ് ബാങ്ക്, ദാറ്റ് ഈസ് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം, ദ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. ഓക്കെ, ഏർലി അലേർട്ട് സിസ്റ്റം വാസ് യൂസ്ഡ് ഇൻ. ഏർലി അലേർട്ട് സിസ്റ്റം അതൊരു സിസ്റ്റമാണ്. അതെവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏർലി അലേർട്ട് സിസ്റ്റം, ദാറ്റ് ഈസ് NPA, ഫണ്ട് ട്രാൻസ്ഫർ, ക്രെഡിറ്റ് റേറ്റിംഗ്,
നൺ ഓഫ് ദീസ്. അപ്പോൾ ഏർലി അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഏർലി അലേർട്ട് സിസ്റ്റം. അതായത് ഒരു അസറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് ആവാൻ പോകുന്നു, അത് തിരിച്ചടവ് മുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നമ്മുടെ അലാമൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇത് നോൺ പെർഫോമിംഗ് അസറ്റാണ്, അത് വീണ്ടും വീണ്ടും അടയ്ക്കാണ്ട് പോവുകയാണ്. അപ്പോൾ അതൊരു വാർണിംഗ് ആണ് ഏർലി അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോൺ പെർഫോമിംഗ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ഏർലി അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, *99# ഈസ് യൂസ്ഡ് ഇൻ. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. IMPS, RTGS, നെഫ്റ്റ്, USSD. അപ്പോൾ IMPS എന്താണ്? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ആണ്. RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ്. നെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ USSDയിലാണ് എന്ത് നമ്മുടെ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. USSD അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ. അപ്പോൾ USSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം? നമ്മൾക്ക് സാധാരണ ഇത് മൂന്നും നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോണുകൾ വേണം. പക്ഷേ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കും വേണ്ടേ, നമുക്ക് കുറച്ച് മോഡേൺ ഡിവൈസൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു സംഭവമാണ് *99# എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധാരണ നമ്മുടെ കീപാഡ് ഫോണുകൾ വെച്ചിട്ട് ബാങ്കിങ് സർവീസ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് വന്നൊരു സംഭവമാണ് എന്ത്? ഈ USSD. അപ്പോൾ സാധാരണക്കാർക്ക് മൊബൈൽ ബാങ്കിങ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് USSD വന്നത്. അപ്പോൾ ഒരു സാധാരണ കീപാഡ് ഫോണുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ *99# എന്ന് അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ സാധാരണ ഫോൺ വെച്ചിട്ട് അയാളുടെ ബാലൻസ് എൻക്വയറി ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ *99# എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USSDയിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ദെൻ ട്രാൻസാക്ഷൻ ലിമിറ്റ് അണ്ടർ IMPS. IMPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റാണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മോഡാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ലിമിറ്റ് പല ബാങ്കുകളും പലതരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ RBI പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് IMPSൻ്റെ മാക്സിമം ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 lakhs rupees ആണ്. Then SWIFT was introduced in SWIFT എന്താണ്? സൊസൈറ്റീസ് ഫോർ വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ് SWIFT. അതായത് വേൾഡ് വൈഡായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല, ഫിനാൻഷ്യൽ മെസ്സേജുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SWIFT യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മെസ്സേജുകൾ സെക്യൂറായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SWIFT യൂസ് ചെയ്യുന്നത്. അപ്പോൾ SWIFT ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1973 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയത്തിലാണ് SWIFT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ അടിയിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രിയിലെ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ എൻട്രിയിലെ ക്ലാസ്സുകളിൽ ലിമിറ്റഡ് ടൈം പീരീഡ് ഓഫറുകൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.